ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലൈഡിംഗ് റൂഫും ഒരു സ്ലൈഡിംഗ് സ്റ്റെയറുമാണ്. ഇപ്പോഴത്തെ പുതിയ വീടിൻ്റെ ഫാഷനൊക്കെ സാധാരണ കണ്ടംപററി ശൈലിയും മിനിമലിസ്റ്റിക് ശൈലികളിലൊക്കെ വീടുകൾ പണിയുമ്പോൾ ഓപ്പൺ ടെറസ് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ പായൽ പിടിച്ച് ആ പട വൃത്തികേടാകുമ്പോഴത്തേക്കും സാധാരണ എല്ലാവരും ഷീറ്റിടും, അല്ലെങ്കിൽ പോളികാർബണേറ്റ് ഷീറ്റിടും. അങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് നമുക്കൊരു സ്റ്റെയർ കേസ് വേണ്ടി വരും. ആ സ്റ്റെയർ കേസിന് സ്ഥലമില്ലാത്ത ബുദ്ധിമുട്ടുമ്പോഴത്തേക്ക് അതിനൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ മേലിലോട്ട് കയറാനായിട്ട് ഒരു സ്ലൈഡിംഗ് റൂഫും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതാണ് തള്ളി മാറ്റാൻ പറ്റുന്ന സ്റ്റെയർ കേസ്. ഈ ഗോവണിയുടെ അടിയിൽ നമ്മളൊരു 4 ഇഞ്ചിൻ്റെ ഒരു ഫൈബർ വീലാണ് അപ്പുറം ഇപ്പുറം 2 സൈഡിലും നമ്മൾ വെച്ച് വെള്ളിയത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് തള്ളുമ്പോൾ ഈ ഗോവണിയുടെ അടിഭാഗം തറയിൽ ഉരയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീല് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ലൈഡിംഗ് റൂഫ് പരിചയപ്പെടുത്താം. ഒന്നേകാലിൻ്റെ റൗണ്ട് പൈപ്പിൻ്റെ പുറമെ 12 പമ്പിൻ്റെ റൗണ്ട് കമ്പി പൈപ്പിൻ്റെ കറക്റ്റ് പുറം അളവിന് വളച്ച് ഈ പൈപ്പയിലോട്ട് വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നു. ഗോവണിയുടെ 2 അറ്റത്തും ഇതുപോലെ 12 പമ്പിൻ്റെ റൗണ്ട് കമ്പി വെച്ച് ഒന്നേകാലിൻ്റെ പൈപ്പേ വെച്ച് 2 സൈഡിലും വെൽഡ് ചെയ്തിട്ടുണ്ട്. ഒന്നേകാലിൻ്റെ റൗണ്ട് പൈപ്പ് ഏകദേശം 7 അടി നീളത്തോളം ഉണ്ട്. ഡോറിൻ്റെ മൊത്തം വീതി ഒരു ഷീറ്റിൻ്റെ മൊത്തം വീതിയാണ്. അത് നമ്മുടെ ഈ ഷീറ്റിൻ്റെ കവിള് കഴിഞ്ഞുള്ള ഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കവിള് 2 സൈഡിലെയും ഷീറ്റിൻ്റെ കവിളയിലായിട്ടാണ് നമ്മൾ ഈ സ്ലൈഡ് ചെയ്യുന്ന ഷീറ്റിൻ്റെ കവിളിട്ടിരിക്കുന്നത്. ഇത് നീളം മൊത്തം 6 അടിയാണ്. ഇവിടം വരെ 6 അടിയാണ്. ഇതൊരു 10 അടി നീളമുള്ള ഷീറ്റ് നമ്മൾ ഈ ഡോറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് 2 സൈഡിലും വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പുറമെ ഒന്നേകാലിൻ്റെ റൗണ്ട് പൈപ്പ് കണ്ടിച്ച് ഇതിൻ്റെ പുറമെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പല്ലെങ്കിൽ ഇതേ വെച്ച് വെൽഡ് ചെയ്തിരിക്കുകയാണ്. ഇത് തള്ളാൻ വേണ്ടി ഒരു ഹാൻഡിലും വെച്ചിട്ടുണ്ട്.